നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാമെന്ന പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മളുള്ളത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ ഇവിടേക്ക് വരുമ്പോൾ പറവൂർ മണ്ഡലത്തിൽപ്പെടുന്ന കോട്ടുവള്ളി പഞ്ചായത്തിൻ്റെ ഭാഗമായ പന്നക്കാട് എന്ന് പറയുന്ന ഈ പ്രദേശത്താണ് നമ്മളുള്ളത്. പലപ്പോഴും നമ്മൾ പരിചയപ്പെടുത്തുന്ന പരിപാടികൾ എന്ന് പറയുന്നത് ഈ ഒരു പരിപാടിയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് ഒരു നാട് നേരിടുന്ന വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എന്താണ് അതിനുള്ളൊരു പരിഹാരം, അത് അവർ തന്നെ പറയുകയും അതിനെ അവർക്ക് അധികൃതരുടെ മുന്നിലേക്ക് അവർക്ക് എത്തിക്കുക എന്നതെല്ലാം തന്നെയാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇവിടെയുള്ള ഒരു വിഷയം, ഈ പ്രദേശം നോക്കുമ്പോൾ ഇവിടെ ചുറ്റുപാടും ഇവിടെ ചെമ്മീൻകെട്ടും അതുപോലുള്ള മറ്റ് ജലാശയങ്ങളും എല്ലാം തന്നെ രൂപീകൃതമാണ്. ഇവിടെയുള്ളത് 8 വീട്ടുകാരാണ്. ആ 8 വീട്ടുകാരെ കഴിഞ്ഞ കുറേ നാളുകളായി, പതിറ്റാണ്ടുകളായി, അവർ പറയുന്നത് തങ്ങളുടെ പൂർവികരടക്കം ഇവിടേക്ക് എത്തിയിട്ട് വർഷങ്ങളായി, നൂറുകണക്കിന് വർഷങ്ങളായിട്ട് അവരിവിടെയുണ്ട്. അവർക്ക് ഇതുവരെയും അവർക്കൊരു സഞ്ചാരമാർഗമില്ല. ഇപ്പോൾ നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഈ വഴിയാണ് അവരുടെ ഒരു ഏക നടപ്പാത എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ പ്രയാസങ്ങൾ, ഒപ്പം ഇവർക്ക് പാസ്സായ വഴിയുണ്ട്, അത് നടപ്പിലാക്കാൻ അവർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. ചിലർ തടസ്സം നിൽക്കുന്നത് കൊണ്ട് അധികൃതരുടെ ഒരു ശ്രദ്ധയും കനിവും എല്ലാം ഇവരുടെ വിഷയങ്ങളിലേക്ക്, ഇവരുടെ പ്രയാസങ്ങളിലേക്ക് വേണം. അതാണ് നമ്മൾ ഈ പരിപാടിയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പ്രേക്ഷകർക്ക് സ്വാഗതം. തുരുത്തുകളിലെ എപ്പോഴുമുള്ള ഒരു വിഷയങ്ങളെന്ന് പറയുന്നത് ഈ വെള്ളക്കെട്ട്, അത് ഏറ്റവും കൂടുതൽ രൂക്ഷമാകുന്ന, അതിൻ്റെ ഒരു പാരമ്യതയിലേക്ക് എത്തുന്നത് പലപ്പോഴും ഇതിൻ്റെ വേലിയേറ്റം അനുഭവപ്പെടുന്ന അവസ്ഥ, അതിനേക്കാളും അപ്പുറം അതിൽ മുങ്ങിപ്പോകുന്നൊരവസ്ഥയിലേക്ക് വർഷകാലത്ത് ഇവരുടെ ദുരിതങ്ങൾ അത് ആർക്കും വിവരിച്ചു കൊടുക്കാൻ പോലും കഴിയില്ല. നമ്മൾ ഈ നിൽക്കുന്ന ഇടങ്ങളെല്ലാം തന്നെയും പിന്നീട് വെള്ളത്തിലേക്ക് പോകും. ഇവിടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇതിലേക്ക് പോകും. നമുക്കൊപ്പം ഇവിടെ കാലങ്ങളായി താമസിക്കുന്ന നാട്ടുകാരെ ഇവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദുരിതങ്ങൾ പറഞ്ഞാലും തീരില്ല. എങ്കിലും നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ എന്താണ്? ഏറ്റവും കൂടുതൽ വെച്ചാൽ ഞങ്ങളത് ശരിക്കും പറഞ്ഞത് പന്നക്കാട് കുട്ടന്തിരുത്തി ലിങ്ക് റോഡാണ്. അപ്പൊ ഞങ്ങൾക്കിപ്പോ 11 പേരുടെ കൺസെന്റ് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഒരു വ്യക്തി മാത്രമാണ് ഞങ്ങൾക്കിപ്പോ കൺസെന്റ് തരാതെ ഇങ്ങനെ വെച്ചേക്കണത്. അപ്പൊ ആ ഒരു വ്യക്തിയുടെ കൺസെന്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ദുരിതയാത്ര. ഇപ്പൊ ഈ ജൂൺ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നിരവധി പിള്ളേര് പഠിക്കാൻ പോകുന്നുണ്ട്. 8-9 പിള്ളേരുകൾ പഠിക്കാൻ പോകണമെന്ന് വെച്ചാൽ മുട്ടോളം വെള്ളത്തിൽ നീന്തിയിട്ടാണ് അങ്ങോട്ട് പഠിക്കാൻ പോണത് തന്നെ. പല വട്ടങ്ങളിൽ പിള്ളേരൊക്കെ തെന്നി വീഴാറുണ്ട്. കാരണം വെച്ചാൽ വെള്ളം ഇഴുക്കലുണ്ടാവണോണ്ട് ഇങ്ങനെ തെന്നിയൊക്കെ വീഴാറുണ്ട്. പിന്നെ 4 കിടപ്പ് രോഗികളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഒരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്. അപ്പൊ ഇത്രയും രോഗികൾ പെട്ടെന്നൊരു അസുഖം വന്നാൽ പോലും കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ഈ പന്നക്കാട് കുട്ടന്തിരുത്തി ലിങ്ക് റോഡ്. അതൊരു വ്യക്തി ഞങ്ങൾക്ക് ഈ വഴി തടഞ്ഞു നിൽക്കണോണ്ടാണ് ഞങ്ങൾക്ക് ഈ വഴി ഇന്നും ഇങ്ങനെ. ഇതില് നമ്മൾ നാളുകളായിട്ട് അനുഭവിക്കുന്ന ദുരിതങ്ങളാണല്ലോ. ഇതിൽ ഇതുവരെ ഒരു ഇടപെടലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ട്? ഞങ്ങൾ ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. അതായത് നവകേരള സദസ്സിലും പിന്നെ കരുതലും കൈത്താങ്ങിലും ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ തഹസിൽദാർക്ക്, പഞ്ചായത്തിൽ നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പരാതികൾ കൊടുക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനെക്കുറിച്ച് വേറെ അന്വേഷണങ്ങളൊന്നും വരെ വന്നിട്ടില്ല. ഒരു വ്യക്തി മാത്രമാണ് തടസ്സം നിൽക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അവർക്ക് ഇവിടെ സ്ഥലമുണ്ട്, എങ്ങനെയാണ് അതുകൊണ്ട് അവരെങ്ങനെ എതിർക്കുന്നത്? അവര് എതിർക്കുന്നത് വെച്ചാൽ അവർക്ക് ഇവിടെ ഒരു 76 സെന്റ് സ്ഥലം കിടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോ അവിടെ നിന്ന് ഇപ്പൊ സ്ഥലം കൺസെന്റ് മേടിച്ചിട്ടേക്കണ വസ്തുകൂടി വേണം ഈ വസ്തുവിൽ ഇവർക്ക് വരാൻ വേണ്ടി. വേറൊരു വഴിയില്ല. എന്നിട്ട് പോലും അവര് അതിന് കൺസെന്റ് ഞങ്ങൾക്ക് ഒപ്പിട്ട് തന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 1/2 സെന്റാ വരുള്ളൂ, അത്ര സ്ഥലമുള്ളൂ. പക്ഷെ ഞങ്ങളിപ്പോ അവരുടെ സ്ഥലം പോണേന് ഞങ്ങൾ എന്തെങ്കിലും അതിനുള്ള ഇത് തരാന്ന് പറഞ്ഞിട്ട് പോലും അവര് അങ്ങനെ തരുന്നില്ല. അത് തന്നെ ദുരിതം അനുഭവിച്ചോട്ടെ എന്നുള്ള ഒരു ഇതിലാണ്. കാരണം ഞങ്ങളിപ്പോ എന്തെങ്കിലും പെട്ടെന്ന്, ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാലല്ല, പെട്ടെന്ന് ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാനുള്ള ഒരു പ്രശ്നമാണ് ഈ വെള്ളത്തിൽ കൂടി നീന്തിപ്പോക്ക്. അങ്ങനെയൊക്കെ ഉണ്ട്, നിരവധി ഉണ്ടായിട്ടുണ്ട്. എന്റെ അച്ഛനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് എന്റെ അച്ഛൻ ഉരുണ്ട് വീണിട്ടുണ്ട്. അവിടെ ഉരുണ്ട് വീണിന് ശേഷം അച്ഛന്റെ കയ്യും കാലൊക്കെ പൊട്ടി, പിന്നെ മരുന്നൊക്കെ വെച്ച് ഇപ്പൊ പുറത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഇവിടെ ഒരു ചേച്ചി ജോലിക്ക് പോകും. ആ ചേച്ചി അവിടെ ഉരുണ്ട് വീണിട്ടുണ്ട്, ചെളി തട്ടി. പിന്നെ എന്റെ കൊച്ചു പോലും വീണിട്ടുണ്ട്. എന്റെ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും വെള്ളത്തിൽ കൂടി നീന്തിയാണ് ഞാൻ കൊണ്ടുപോയിക്കണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്.
വലിയ ദുരിതങ്ങൾ തന്നെയാണ്. കാരണം ഇതൊന്നും ഒരുപക്ഷെ ഇത് അനുഭവപ്പെടാത്തവർക്ക് അവരോട് പെട്ടെന്നിരുന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവർ കേൾക്കുമ്പോൾ അതൊന്നും ആദ്യഘട്ടത്തിൽ ചിലപ്പോൾ ഉൾക്കൊണ്ടെന്ന് വരില്ല. പക്ഷേ എല്ലാ ദിവസവും ഈ വേലിയേറ്റ സമയത്തിന്റെ വിഷയങ്ങളിലും എല്ലാം ഇവർ അനുഭവിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഒരു വ്യക്തിയുടെ അദ്ദേഹം ഒരു 1/2 സെന്റോളം സ്ഥലം വിട്ടുകൊടുത്താൽ ഇവിടേക്ക് റോഡാകും. പക്ഷേ പിടിവാശികൾ പലതാണ്, പല മനുഷ്യരും പല രീതിയിലാണ്. അതുകൊണ്ട് ഇത്രയും കുടുംബങ്ങൾ ഈ വെള്ളക്കെട്ടിൽ കിടക്കുന്ന ഒരവസ്ഥയിലാണ് എപ്പോഴും തന്നെ ഉള്ളത്. ഈ പണിക്ക് പോകുന്ന ജോലിക്ക് പോകുമ്പോഴൊക്കെ ഇത് വെള്ളത്തിൽ തന്നെയായിരിക്കുമോ പലപ്പോഴും? ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്, ഒരുപാട്. കാരണം ഇവിടുന്ന് പോക്കുന്ന പെണ്ണുങ്ങൾക്ക് പോകാനേ പറ്റൂല. കാരണം അവർക്ക് ഡ്രസ്സ് പൊക്കി കൊണ്ടുപോകാൻ പറ്റില്ല. ഈ തുടർന്ന് മുട്ടിനെ മേപ്പോട്ടുണ്ടാവും, വെള്ളം ഉണ്ടാവും. അവര് പോക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. വസ്ത്രം അടുത്ത് ചെന്നിട്ട് പിള്ളേരും അതെ, പിള്ളേർ സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ യൂണിഫോം അവിടെ ചെന്ന് മാറ്റണം, റാമുമ്പോ ചെന്ന് മാറ്റണം. കാരണം ഇതിൽ അവർക്ക് ഇട്ടും പോകാൻ പറ്റൂല. ഷൂസൊക്കെ ഇടുന്നത് അവിടെ ചെന്നിട്ടാണ്. അല്ലാണ്ട് അവർക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അത്ര ബുദ്ധിമുട്ടാണ് ഇതിൽ പോകാനായിട്ട്. മഴക്കാലം വരുമ്പോ പേടിയാവും. മഴക്കാലം വരുമ്പോ പേടിയാവും. കാരണം 2014 വെള്ളപ്പൊക്കം നമുക്ക് ഓർമ്മ വന്നത്. അത്രയും വെള്ളം ഉണ്ടാവും. അത്രയും ഇല്ല, കയറാറില്ല. ഈ 2014 വെള്ളപ്പൊക്കത്തിന് ശേഷം നമുക്ക് ഇത്രയും വെള്ളപ്പൊക്കം ഉണ്ടാക്കണം ഇവിടെ. അത് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വേലിയുടെ സമയത്ത് വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ ഈ നിൽക്കണ പോലും ഇത്രയും വെള്ളത്തിലായിക്കോളൂ ഇവിടെ നിൽക്കണത്. അത്രയും വെള്ളം ഒരിക്കോളൂ. ഭയങ്കര അവസ്ഥയാണ് അത്. ആ ഒരു വ്യക്തി ഞങ്ങൾക്ക് ഒപ്പിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ പഞ്ചായത്ത് നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. നമുക്ക് വഴിക്ക് MLA പറഞ്ഞിട്ടുണ്ട്, പ്രദേശ നേതാവ് നമ്മോട് പറഞ്ഞേക്കണത്. അവരൊപ്പിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇതിലെ വഴി റോഡ് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി. ആ വ്യക്തി സമ്മതിച്ചിട്ടില്ല. ആ ഒരു ഇതിലൊക്കെയാണ്. എന്തായാലും ഈ ഒരു വ്യക്തിയുടെ ഒരു സമ്മതപത്രം, അതിലാണ് ഇവരുടെ മുഴുവൻ ഈ സഞ്ചാരാശ്രയം ഇപ്പോൾ അടഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ വേലിയേറ്റമാകുമ്പോഴേക്കും ഈ വെള്ളം ഇപ്പോൾ നമ്മൾ കാണുന്ന ഇരുഭാഗത്തുമുള്ള ഈ ജലാശയങ്ങളിൽ നിന്ന് വെള്ളം കയറുന്നു. അത് പൂർണ്ണമായും ഇത് റോഡും എല്ലാം, ഇത് റോഡെന്നൊന്നും പറയാൻ കഴിയില്ല, തിരിച്ച് ആ നടപ്പാത പൂർണ്ണമായും തന്നെ മൂടുന്ന അവസ്ഥയിലേക്കെല്ലാം തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ആർക്കും ഇവരുടെ ദുരിതങ്ങൾ കഴിഞ്ഞ കുറേ നാളുകൾ ഇവരെല്ലാം അതിനോട് ഏതാണ്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥയിലാണ്. പക്ഷേ പുതിയ തലമുറ കുട്ടികളെല്ലാം വരുമ്പോൾ അവർക്ക് എങ്ങനെയും ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണം. ഇത് ഈ ഒരു സാഹചര്യം, ജീവിത സാഹചര്യങ്ങൾ ഇതെല്ലാം തന്നെ മാറേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ വീണ്ടും ഇത് മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും രീതിയിലൊരു സമര പരിപാടികളോ മറ്റെന്തെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് ഇവരുടെ ഒരു ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ഇവരുടെ ഒരു വിഷയം മറ്റുള്ളവർക്ക് മുന്നിൽ എത്തിക്കാനാണ് പരമാവധി ശ്രമിക്കുന്നത്. എന്തായാലും ഒരു വ്യക്തിയുടെ സമ്മതപത്രത്തിൽ കുടുങ്ങിയാണ് ഇവർ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ അപ്പുറത്തുണ്ട്. അവരുടെ കൂടി ആ വിഷയങ്ങൾ, അവർക്ക് കൂടി എന്താണ് പറയുവാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നാളുകളായിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ അമ്മോ ഇതില്? നാളുകളായിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അത്. ഇവിടെ ഇപ്പൊ 2 വയസ്സന്മാർ ഇവിടെ ഉണ്ട്, ഒരു ക്യാൻസർ രോഗി അവിടെയുണ്ട്. അതുങ്ങളെ മരുന്നിന് കൊണ്ടുപോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. അതുങ്ങളെ കസേര മേറ്റിയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ഒരവസ്ഥയാണ് അത്. ഇവിടുന്ന് അവിടത്തോളം വെള്ളം കയറി ഈ പരിസരം മുഴുവനും വെള്ളം കയറുന്ന സ്ഥലമാണ്. വെള്ളം കയറി കവിഞ്ഞൊഴുകണ സ്ഥലമാണിത്. അപ്പൊ അങ്ങനെയുള്ള ദുരിതങ്ങൾ അനുഭവിച്ച് കാലങ്ങളായിട്ട് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അത് ഈ ഒരു വ്യക്തി കൺസെന്റ് തരാത്തതിന്റെ പേരിലാണെന്നാണ് അറിയണത്. നേരിട്ട് കണ്ട് പറഞ്ഞിട്ടൊന്നും അവരനുസരിക്കണില്ല. നമുക്ക് ഈ പറഞ്ഞ കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ടും അവര് അതിന് സമ്മതിക്കാത്ത ഒരു പ്രകൃതം അവർ കാണിക്കണത്. അങ്ങനെ ഈ ഒരു 8 വീട്ടുകാർ വെള്ളത്തിൽ തന്നെയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ പെട്ടെന്നൊന്നും എടുത്തിട്ട് പോകാൻ പറ്റാത്ത, ഒരു വണ്ടി ഒരു സൈക്കിള് വരെ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. വാഹനങ്ങളൊന്നും ഇവിടെ ഉള്ളവരുടെ വാഹനങ്ങളൊക്കെ ഒന്നും കൊണ്ടുവരാൻ പറ്റൂല. ഇത് ഇപ്പൊ 2 ദിവസമായിട്ട് ഇത്തിരി വെള്ളം കുറവാണ്. വേലിയേറ്റം വരുമ്പോ ഈ പരിസരമൊക്കെ പോകും. ഞങ്ങൾ തലമുറകളായിട്ട് ഞങ്ങളുടെ താമസിക്കുന്ന അച്ഛനും എല്ലാവരും, അച്ഛനും അപ്പന്മാരായിട്ട് ഇവിടെ താമസിക്കുന്ന ചേട്ടൻ്റെ ഒക്കെ. അപ്പൊ ഇത് നടന്നു പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏറ്റവും അടുത്ത് ഞങ്ങൾക്ക് റോഡുണ്ട്, 200 മീറ്റർ അകലെ റോഡുണ്ട്, നല്ല പാലവും ഉണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഒരു വികസനം, ഞങ്ങളുടെ പന്നക്കാട് എന്ന് പറയുന്നത് മൊത്തമാണ്. ഇവിടുന്ന് ആ കിഴക്കേ ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിലോളം നമുക്ക് ഈ പന്നക്കാട് എന്ന പ്രദേശമാണ്. അപ്പൊ അവിടെ ഞങ്ങൾക്ക് ഇതുപോലെ ഏറ്റവും ദുരിതം പിടിച്ചിടുന്ന ഒരു സ്ഥലമാണ് ഈ തൊട്ടടുത്ത് കിടക്കണ ചെറയുടെ അപ്പുറത്തുള്ള സ്ഥലം. അവിടേക്ക് ഒരു പാലവും വഴിയൊക്കെ വന്നിട്ടും ഞങ്ങൾക്ക് 200 മീറ്റർ ഒരു പ്രശ്നമുള്ളൂ. 200-250 മീറ്റർ ഉണ്ടാവുള്ളൂ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പൊ അവിടെ ചെമ്മിക്കെട്ടായിരുന്നു. ആ ചെമ്മിക്കെട്ടിന്റെ ആ തൂമ്പൊക്കെ തകർന്നു പോയേക്കണേണ്. സ്ഥല ഉടമകൾ അത് നോക്കാണ്ടായി. പിന്നെ ഞങ്ങൾ ഈ 8 വീട്ടുകാർക്ക് നടക്കാൻ വേണ്ടി 3 പോസ്റ്റ് ഇട്ടേക്കണേണ്. പാർക്കട തോണിട്ടേക്കാൻ അതിപ്പോഴാണ് നടക്കണത്. ഇപ്പൊ 2-3 ദിവസമായിട്ട് ഇപ്പൊ വെള്ളം നന്നായിട്ട് വലിഞ്ഞേക്കാണ്. പക്ഷെ വേലിയേറ്റ സമയം വരും, വാവൊക്കെ എടുക്കൂലേ, വെളുത്തവ കറുത്തവ അങ്ങനെയൊക്കെയാണ് ഇവിടെ വേലിയേറ്റ സമയത്ത് വെള്ളം കയറും. വെള്ളം കയറുന്ന വെച്ചാൽ നമ്മുടെ തൊടവരെ ഉണ്ടാവും.
എന്റെയൊക്കെ തൊട വരെ ഉണ്ടാവും. അപ്പൊ കുഞ്ഞു കൊച്ചുങ്ങളുടെ കാര്യം പറയണ്ടല്ലോ, അവരെടുത്താണ് അങ്ങോട്ട് സ്കൂളിലോട്ട് കൊണ്ടുപോകണത്, റോട്ടിലോട്ട് കൊണ്ടുപോകണത്. ഇങ്ങോട്ട് 2 വീലർ പോലും നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ നമ്മൾ വഴി ഉണ്ടാക്കാനായിട്ട് ഇപ്പോഴൊന്നും നടക്കണല്ലോ, വർഷങ്ങളായിട്ട് ഒരു വഴി ഉണ്ടാക്കാൻ ഇവിടുത്തെ ഈ വീട്ടുകാർ നടക്കണേണ്. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മള് ഈ ഒരു വ്യക്തിയുടെ ഈ ആലിംഗപ്പൊക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥലം ഉടമ ഉള്ളത്. അവിടെ ചോദിക്കുമ്പോഴേക്ക് അവർക്ക് തരാൻ പറ്റില്ല, അവർക്കൊരു വാശിയാണ്, അവര് തരൂല എന്നാണ് പറയണത്. അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാനാണെങ്കിലും. പിന്നെ കുടിവെള്ളം ആണെങ്കിലും ഞങ്ങൾക്ക് പുഴയിൽ കൂടി പൈപ്പ് ഇട്ടാണ് ഇങ്ങോട്ട് തന്നേക്കണത്. ഈ ചില സമയത്ത് പൈപ്പ് പൊട്ടണ സമയത്തൊക്കെ അതില് ഉപ്പുവെള്ളം കയറി ചെറിയ മീനുകളൊക്കെ കയറി വരും. അപ്പൊ അവരുടെ നമുക്ക് ഈ വഴി ഉണ്ടായിരുന്നെങ്കിൽ പൈപ്പ് മുകളിൽ കൂടെ നമുക്ക് ഇടാം. ഇതിപ്പോ പുഴയിൽ കൂടിയാണ് ഞങ്ങൾക്ക് കുടിവെള്ളം പോലും വന്നത്. പിന്നെ കറണ്ട് ആണെങ്കിലും നമുക്ക് അക്കരേത് വലിച്ചിട്ടാണ് ഇങ്ങോട്ട് തന്നേക്കണത്. അതിപ്പോ ഇപ്പോഴത്തെ മെമ്പർ വന്നേ പിന്നെയാണ് ഞങ്ങൾക്ക് ഒരു വഴിവെട്ടമൊക്കെ വന്നത്. അവർക്ക് നമുക്ക് ചെയ്തു തരണമെന്നുണ്ട്. പക്ഷെ ഈ സ്ഥല ഉടമകളുടെ എന്താണെന്നറിയാൻ പാടില്ല. പഞ്ചായത്ത് തലത്തിലാണെങ്കിലും ഒരു നേതാക്കളാണെങ്കിലും ഇതുവരെ നമ്മളങ്ങനെ കുറ്റം ആരെയും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ അവസ്ഥ കൊണ്ട് നമ്മൾ പറഞ്ഞു പോണേണ്. വാശി പിടിക്കുമ്പോൾ അതിൽ ചില ഇടപെടലൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് നടത്താം. ഒരു ഇടപെടലുകൾ നടക്കാത്ത ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക്. കാരണം എന്ന് വെച്ചാൽ ഇത് വലിയ അധിക സ്ഥലമൊന്നും നമുക്ക് വിട്ടു തരണ്ട, കുറച്ച് സ്ഥലം മതി. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുരുത്താണിത്. തുരുത്തിന്റെ 4 വശവും വെള്ളമാണ്. നമുക്ക് വേറൊരു വഴി വണ്ടി വരാൻ ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇവരെ ബുദ്ധിമുട്ടിക്കില്ല. പക്ഷെ നിങ്ങൾ നോക്കുക, ആ വശവും ഞങ്ങൾക്ക് 4 വശവും വെള്ളമാണ്. അപ്പൊ നമുക്ക് റോഡിനടുത്തോട്ടുള്ള വഴിയല്ല നമ്മൾ ഏതായാലും നമ്മൾ ആവശ്യപ്പെടുള്ളൂ, അതവര് തന്നില്ല. അത് ഈ പഞ്ചായത്ത് അധികൃതരാണെങ്കിലും ഇവിടുത്തെ നേതാക്കന്മാരാണെങ്കിലും ആരും ഞങ്ങളുടെ ഈ പ്രശ്നത്തിൽ ആരും ഇടപെടാറില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടപെടുന്നവരാണെങ്കിലും പിന്നീട് അവരുടെ അടുത്തോട്ട് പിന്നെ പോവുകയില്ല. അവരോട് നോ പറയുമ്പോ അവർ പോകൂല. ചുറ്റും വെള്ളത്താൽ ഉള്ള ഒരു സ്ഥലം, ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ വേലിയേറ്റമാകുമ്പോഴെല്ലാം ഈ പ്രദേശമെല്ലാം തന്നെ പൂർണ്ണമായും വെള്ളക്കെട്ടിന്റെ ഒരു പിടിയിലാകുന്നൊരവസ്ഥ. അതുകൊണ്ട് ഇവർക്ക് പുറത്തിറങ്ങാനായിട്ട്, പുറത്തേക്ക് പോകാനായിട്ട്, ഇതിനെല്ലാം തന്നെ സഞ്ചരിക്കാനായിട്ട് അതിന് കൃത്യമായൊരു മാർഗമെല്ലാം ആവശ്യമാണ്. അതിലേക്ക് വൈകാതെ അധികാരികൾ കണ്ണു തുറക്കും എന്നൊരു പ്രതീക്ഷയാണ് എല്ലാവരിലും ഉള്ളത്. ആ ഒരു അധികാരികളുടെ ഒരു നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമേ ചിലരെ പിടിവാശികളെങ്കിലും ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഇവിടെ നിന്ന് അടുത്ത കരയിലേക്ക് പോകണമെങ്കിൽ അവിടെ ഒരു ചെറിയ തടിപ്പാതയുണ്ട്. അതിലൂടെ നടന്നാണ് ഓരോരുത്തരായിട്ട് അപ്പുറത്തേക്ക് പോവുക, അവിടെയുള്ളവർ തിരിച്ചിവിടെ വരിക, ഇതിലേക്ക് കടന്നു പോവുക എന്നുള്ളതാണ്. ഇതിൽ വെള്ളം കയറുമ്പോൾ ഈ സമവാക്യങ്ങളെല്ലാം മാറും. ഈ കാര്യങ്ങൾ ഇതിലൂടെ കടന്നു പോകാം, അത് പാലത്തിൽ കയറി പോകാം, ഇതെല്ലാം മാറും. പിന്നീട് ഒറ്റപ്പെട്ടൊരവസ്ഥയിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. നമുക്കൊപ്പം ഇവിടുത്തെ ചേച്ചിയും അമ്മയും എല്ലാം തന്നെ ചേരുന്നുണ്ട്. അതേ അമ്മയോട് ചോദിക്കാം, ഇത് അപ്പുറത്താണോ വീട്? അല്ല, എന്റെ കുറെ ഇതിലൂടെ കടന്നു പോകും. ഇവിടെ വരേണ്ട ആവശ്യമുണ്ട് എനിക്ക്. വരുമ്പോ അപ്പടി വെള്ളമാണ്, നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എനിക്ക് എപ്പോഴും എല്ലാ മാസവും ഇവിടെ വരേണ്ടതാണ്. വരാൻ പറ്റാത്തതിന്റെ പേരിൽ ഞാൻ വരാറില്ല. പിന്നെ ഈ പരിസരവാസികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം നിറഞ്ഞു കിടക്കണം, അമ്പലമൊക്കെ മുങ്ങിക്കിടക്കിയിരിക്കുന്നു. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത്. ആ പാലം കയറിയാണെങ്കിൽ വരാൻ പറ്റൂല. പാലം കയറി കാലങ്ങാൻ തെറ്റിപ്പോയാൽ കണ്ടത്തിലേക്ക് വീഴും. അങ്ങനെയൊക്കെ അവസ്ഥയായിരുന്നു. പേടിച്ചാണ് വന്നത്. കാട് തന്നെയല്ല, പാലവും തോടും ഒക്കെ കൊണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അവർക്കൊരു വഴി വേണം. അവർക്കൊന്നല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വഴിയുടെ ആവശ്യമാണ്. ഒരു വഴിയുണ്ടെങ്കിൽ ചുറ്റുപാടിലേക്ക് കടന്നു പോകാൻ എല്ലാം തന്നെ എളുപ്പമാണ്. ചേച്ചി ഇവിടെ നാളുകളായിട്ടുള്ളതാണല്ലോ. എന്റെ അമ്മയുടെ വീടാണ്. എനിക്കിപ്പോ 63 വയസ്സുണ്ട്. ഇപ്പൊ എന്റെ അമ്മാവൻ, എന്റെ ചിറ്റയൊക്കെ ഇവിടെ കിടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്കിപ്പോ വല്ലപ്പോഴും ഒന്ന് ഇവിടെ വന്ന് ഇവരെ കാണണമെന്നുണ്ടെങ്കിൽ മഴക്കാലത്താണെങ്കിൽ ഞങ്ങൾ ഒട്ടും വരില്ല. ഇവിടെ വെള്ളമില്ലാത്ത സമയം നോക്കി ഞങ്ങൾ അവിടെ നിന്ന് വരും. ഇപ്പൊ ഞാൻ ഒറ്റക്കാണ് വരുന്നത്. എനിക്ക് അപ്പുറത്ത് ഇപ്പുറത്തോട്ട് കടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ട് കടന്നു വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇവരെ അമ്മാവൻ തളർന്നിരിക്കണേണ്. അമ്മായി സുഖമില്ലാത്തതാണ്. മൂത്ത അമ്മാവന്റെ മോളാണെങ്കിൽ ക്യാൻസർ രോഗിയാണ്. അപ്പൊ അതിനെയൊക്കെ കസേരയിൽ ഇരുത്തിയിട്ടാണ് അപ്പുറത്തോട്ട് കൊണ്ടുപോകണതൊക്കെ. അപ്പൊ അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിട്ട്, അതും ഇവരൊക്കെ എന്റെ അപ്പൂപ്പന്റെ കാലം തുടങ്ങി ജീവിക്കുന്ന ആൾക്കാരായി ഇവിടെ.
അപ്പൊ അത്രയും വർഷങ്ങളായിട്ട് ഇനി ഇവിടം വിട്ട് ഇവർക്കൊന്നും പോകാനും പറ്റൂല. അപ്പൊ എത്രയും വേഗം നല്ലൊരു മനസ്സ് തോന്നി അവർക്ക് ആ ഒപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വഴി ശരിയായി കിട്ടിയാൽ ഇവിടെ കിടക്കുന്ന ആൾക്കാർക്കും ഞങ്ങൾക്ക് ബന്ധുക്കളെ കാണാൻ വരാനും ഒക്കെ സൗകര്യമായിരുന്നു. ചേച്ചി എന്ത് പറയുന്നു ഇവിടുത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളും? ഭയങ്കര ദുരിതമാണ്. ഞങ്ങളിപ്പോ എന്റെ മോനാണത്, അവൻ ഇപ്പൊ 3ൽ പഠിക്കുന്നു, മൂത്താള് ഡിഗ്രിക്ക് പഠിക്കുന്നു. അവര് പോണ സമയത്ത് വെള്ളം ഏറ്റാണെങ്കിൽ കൊച്ചിനെ അങ്ങോട്ട് കടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവന് ഒറ്റയ്ക്ക് നടന്നു പോകാൻ പറ്റൂല. ഞാൻ ഒന്നില്ലെങ്കിൽ ഹസ്ബൻഡ് വന്ന് അവനപ്പുറത്തേക്ക് ആക്കണം, അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ട് പോകണം. അപ്പൊ ഷൂ ആണ്, ഇപ്പൊ സ്കൂളിൽ യൂണിഫോം മസ്റ്റാണ്. ഷൂവും സോക്സ് ഒന്നും ഇട്ടിട്ടൊന്നും പോകാൻ പറ്റില്ല. അതൊക്കെ ഞങ്ങൾ കവറിലാക്കി പിടിച്ചിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി കൊച്ചിനെ അത് ഇടിച്ചാണ് സ്കൂളിൽ പറഞ്ഞു വിടുന്നത്. അത്രയും പിള്ളേരാണെങ്കിലും നല്ലോണം ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ മെയ് കഴിഞ്ഞ് മധ്യവേനൽ കഴിഞ്ഞ് ജൂണിലേക്ക് വരികയാണ്, സ്കൂൾ തുറക്കുന്ന ഒരു സമയമൊക്കെ വരുമ്പോൾ ഒരു ആശങ്ക ഉണ്ട്, നല്ല ആശങ്കയുണ്ട്. കൊച്ചി പോണ കാര്യം ഓർക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ആ 3 പാലം അത് വെള്ളം കയറി അതിൽ പൂപ്പലൊക്കെ പിടിച്ച് തെറ്റും. ഞങ്ങൾ നടക്കുമ്പോ ഉണ്ട്, ആഴമുണ്ട്, നല്ല ആഴമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര പേടിയുണ്ട്. ഞങ്ങളുടെ പിള്ളേര് വളർന്നു വരുന്ന പിള്ളേര്, ഞങ്ങളെല്ലാവരും ഇപ്പൊ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് തന്നെ ഇവിടെ ജീവിക്കുന്നത്. പറയുന്നത് അമ്മയുടെ ഒരു വികാരം തന്നെയാണ്. കാരണം കുട്ടി സ്കൂളിലേക്ക് പോയി തിരിച്ചെത്തുന്നത് വരെയുള്ള ഒരു ആശങ്ക. വീട്ടുമുറ്റത്തെ ആ ഭാഗത്ത് തന്നെയാണ് റോഡും ആഴമേറിയ ജലാശയം എല്ലാം തന്നെ ഉള്ളത്. അതുകൊണ്ട് കുട്ടി വീട്ടിൽ എത്തുന്നത് വരെയും വലിയ ആശങ്കയോടുകൂടി കാത്തിരിക്കുന്ന മാതാപിതാക്കളാണ് എല്ലാവരും ഉള്ളത്. ഇതിനെല്ലാം തന്നെ അടിയന്തരമായ നടപടികളും പരിഹാരങ്ങളും എല്ലാം തന്നെ ആവശ്യമാണ്. പന്നക്കാട്ട്, കോട്ടുപള്ളി പഞ്ചായത്തിലെ പന്നക്കാട്ടിലെ ഈ പ്രദേശങ്ങളുടെ ജനങ്ങളുടെ ഒരു ദുരിതം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം കൂടുതൽ ആളുകൾ ചേരുന്നുണ്ട്. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നു അല്ലേ? 30 വർഷമായി ഇവിടെ താമസിക്കുന്നത്. 30 വർഷത്തിൽ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ വർഷം എന്ന് വെച്ചാൽ ഞങ്ങൾ വന്നിടക്കൊക്കെ ഇങ്ങനെ വേലിയേറ്റം ഉണ്ടാവുള്ളൂ. ഇപ്പൊ കുറെ നാളായിട്ട് എപ്പോഴും കുളവാഴ വന്നു കഴിഞ്ഞാൽ ഒട്ടും പറ്റൂല ഞങ്ങൾക്ക് അങ്ങനെ നടക്കാൻ. അതറിയൂല, പാല ഏതാണെന്ന് അറിയൂല. വാഴ വേണം, ചവിട്ടുമ്പോ തെറ്റിപ്പോവും, തെറ്റുമ്പോ വീഴും, അങ്ങനെയൊക്കെയാണ്. ഒരു രോഗിയുണ്ട് അവിടെ. അതിനാണെങ്കിൽ അതിനെ തൃശ്ശൂരും കൊണ്ടുപോകണം. 2 പേര് പിടിച്ചിട്ടൊക്കെയാണ് ആ പാലം കയറ്റിക്കണതും ഇറക്കണതും. രാത്രിയൊക്കെ ആകുമ്പോ കണ്ണ് കാണൂല. അപ്പൊ ഇങ്ങനെ ചവിട്ടുമ്പോൾ ആ കല്ലിലൊക്കെ ചവിട്ടിയാൽ തെന്നിപ്പോവും. രാത്രിയും കൊണ്ടുപോകാനൊക്കെ ഞങ്ങൾ 8 വീടാണെങ്കിലും 8 വീട്ടുകാരുണ്ടെങ്കിലും അതിൽ പകുതിയും രോഗികളാണ്. 2 വയസ്സന്മാരാണ് അവിടെ ഒരു രോഗി. ഞങ്ങളുടെയൊക്കെ അറ്റാക്ക് വന്നവരാണ് ഞങ്ങളൊക്കെ. ഒക്കെ രോഗികളാണ്. വർഷകാലമാണ് കൂടുതൽ. വർഷമല്ല, ഇപ്പൊ ഇന്ന് 2 ദിവസം വെയിൽ കണ്ടാരനാണ് ഇവിടെ ഉണങ്ങി കിടക്കണം. അല്ലെങ്കിൽ എപ്പോഴും വെള്ളമാണ്. ഈ സമയത്തൊക്കെ നമ്മൾ വെള്ളത്തിൽ നിന്ന് നടക്കണത് വെള്ളത്തിൽ കൂടിയാണ്. റോഡ് അപ്പുറത്തോട്ട് പോകണമെങ്കിൽ ഇപ്പുറത്തും കിടക്കാൻ പറ്റൂല. അപ്പുറത്തോട്ട് പോകണമെങ്കിൽ ഈ പാലം കയറിയിട്ട് വേണം ഞങ്ങൾക്ക് ചെറിയ പുള്ളി എവിടെ വേണമെങ്കിലും പോകണമെങ്കിലും. ഏതായാലും ഈ ഭാഗത്തുള്ളവർ അവരുടെ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം തന്നെ നേരത്തെ അമ്മ പറഞ്ഞതുപോലെ ഈ വർഷകാലം അതെല്ലാം തന്നെ വലിയ വിഷയങ്ങൾ തന്നെയാണ്, വലിയ സങ്കടങ്ങൾ മാത്രമാണ് ഉള്ളത്. ചേട്ടാ പറയുന്നത് അപ്പുറത്തുള്ളതാണ്. പക്ഷെ എനിക്ക് ചെറിയ പള്ളിക്കാണ് ഇതിലെ വരുന്നത്, എളുപ്പം നടന്നു പോകാൻ. പക്ഷെ ഈ വെള്ളക്കെട്ട് കൊണ്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. പിന്നെ അങ്ങ് ഒരു 5 കിലോമീറ്ററൊക്കെ ചുറ്റി നടന്നു പോകണമായിരിക്കും. അത് വാണേക്കാട് വഴി കണ്ടാന്റെ വഴി ഇങ്ങനെ ചുറ്റി പോകണം. പക്ഷെ ഇതാകുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ചെറിയ പള്ളി എത്താം. പക്ഷെ സാധിക്കുന്നില്ല. വെള്ളം കയറിയിട്ട് ഇവിടെ വെള്ളം തെളിയും തെറ്റി വീഴിലും. അപ്പൊ ഇത്തരം കുടുംബങ്ങൾ ഇവിടെ കഷ്ടപ്പെടേണ്ടി കിടന്നിട്ട്. പക്ഷെ എത്ര കൊല്ലായത് സർക്കാർ കേരളത്തിൽ ഇതുപോലെ ഒരു സംഭവം ഒരു സ്ഥലത്തുണ്ടാവൂല. ഇങ്ങനെ വെള്ളത്താലം ചുറ്റിപ്പെട്ട് കിടന്നിട്ട് ഇത്തരം കുടുംബങ്ങൾ കഷ്ടപ്പെടുന്നൊരു. പക്ഷെ ഉണ്ടല്ല. പക്ഷെ എന്നാലും നമുക്കും ഞങ്ങളുടെ ആ പരിസരത്ത് കുറെ വീടുകളുണ്ട്. അവർക്കും ഒരു സഞ്ചാരയോഗ്യ ഇതാണ്, സഞ്ചരിക്കാനുള്ള യോഗ്യതയുള്ള ഇതാണ്. 5-10 മിനിറ്റ് കൊണ്ട് ചെറിയ പിള്ളേ നമുക്ക് ഒരു ബസ് കയറാനായിട്ട്. പക്ഷെ അല്ലെങ്കിൽ നമ്മ വാണേക്കാട് ഇങ്ങനെ ചുറ്റിപ്പോണ്ടേ. പക്ഷെ ഇതിനൊരു പരിഹാരം കാണാൻ ഈ സർക്കാർ, ഏത് സർക്കാരായാലും കാണണം, എത്രയും പെട്ടെന്ന് കണ്ടിരിക്കണം. എല്ലാവരെ കൂടി ചെയ്തിട്ട് ചെയ്യണം. ഇവർക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള സംവിധാനം അത്ര നമ്മൾ പറയുന്നുള്ളൂ. അവരുടെ സംവിധാനം ചെയ്തു കൊടുക്കാൻ നിങ്ങളെല്ലാവരും കൂടി സഹകരിക്കും. ഇവിടെയാണോ താമസിക്കുന്നത്? ഇതിലേക്ക് കൂടിയൊക്കെ പോകാറുണ്ട്. ചെറിയവിളി പോകാൻ എളുപ്പം തന്നെയാണ്. ഇതുപോലെ തന്നെ സർക്കാരൊന്നും നോക്കാനുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ മെമ്പർ പോലും തന്നെ ഒരു ഇത് അനുവദിച്ചൊന്നും കൊടുക്കണില്ല. ഇവര് പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ കുറെ ഇടപെട്ട്, എന്നാലും മെമ്പറെ കൊണ്ടൊന്നും സാധിക്കില്ലെന്ന് പറയണം. ഇതുപോലെ തന്നെ ഈ ചേട്ടൻ പറഞ്ഞ പോലെ എളുപ്പമാണ് ഇതിൽ ചെറുപ്പിലേക്ക് പോയി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇറങ്ങി പോകണം. വെള്ളക്കെട്ടും കാര്യങ്ങളും ഉണ്ട്, എപ്പോഴും ഉണ്ട്. ഇതുപോലെ തന്നെ അയിത്ത പറഞ്ഞ പോലെ ഇവിടെ പോകാൻ പറ്റൂല. വെള്ളം കയറി കഴിഞ്ഞാല് തെന്നി വീഴലും കാര്യങ്ങളാണ്. എന്തോരം പേര് കുട്ടികളുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. കുറെ ബുദ്ധിമുട്ട് അനുഭവിക്കണം എല്ലാവരും.
അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണുന്നത് നിങ്ങൾ കുറച്ചുകൂടി അവിടെ ഒരു പാലമുണ്ട്, നടന്നു വരണം. അത് വെള്ളം കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പൊ മെമ്പർ ആയാലും ആരായാലും ഒരു അനുമതി ഇവർക്ക് കൊടുക്കണില്ല. നാട്ടുകാർക്ക് വേണ്ടി ഒരു ഇത് ചെയ്തു കൊടുക്കണില്ല. എന്തോരം പറയുന്നുണ്ട് അവര് ഒരു ഇതിനുള്ള പഞ്ചായത്തിൽ കൊടുത്താലും ഇത് തന്നെ പറയണം. എഴുജന്തുക്കളുടെ ശല്യമൊക്കെ ഉണ്ടോ ഇതില്? ജന്തുക്കള് ഉണ്ട്, പക്ഷെ അല്ല ഈ മെയിനായിട്ട് വെള്ളം കയറണത് അതൊരു പ്രോബ്ലം. മെയിനായിട്ട് വഴിയാണ് നമുക്ക് വേണ്ടത്. വഴി വന്നു കഴിഞ്ഞാൽ വഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം കയ്യിലെ കാശ് കൊടുത്തിട്ടായാലും മെറ്റീരിയൽസ് അടിച്ച് നമുക്ക് എങ്ങനെയാലും വെള്ളക്കെട്ട് എങ്ങനെയാലും ഒഴിവാക്കാന്ന് നോക്കാമായിരുന്നു. പക്ഷെ ഇത് വഴിക്കുള്ള സംഭവങ്ങളില്ല. ഇതിൽ എന്തെങ്കിലും പരവണിയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ നമുക്ക് നടപടിയില്ല. ഒരു ട്രോളി, ഒറ്റ വലിയ ട്രോളി അതിൽ കൂടി വരുവുള്ളൂ. അതും മരിങ്ങുള്ളതും ഭയങ്കര സാഹസികമായിട്ടൊക്കെ കൊണ്ടുവരാൻ അടിക്കാം. നിർമ്മാണമൊക്കെ നടത്തണമെങ്കിൽ അതെ. ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് സാധനം അടിച്ചു കഴിഞ്ഞാൽ 2000 രൂപ വേണം വീട്ടിലെത്താനായിട്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടുതൽ കിടക്കണ കാരണം നമുക്ക് അല്ലെങ്കിൽ വഴി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ വേസ്റ്റ് എവിടെയെങ്കിലും നമുക്ക് നമ്മൾ നിർമ്മാണ തൊഴിലാളിയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വേസ്റ്റുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഇവിടെ കൊണ്ടുവന്ന് കുറെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ചെറ അങ്ങനെ നിൽക്കുന്നത്. ഇതിപ്പോ അതിനൊരു സംഭവങ്ങൾ കൺസെന്റ് കിട്ടി അത് ഞങ്ങൾക്കൊരു വഴിയായിട്ട് റെഡിയായി കിട്ടുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാവരും സഹകരിച്ചാലും കുറച്ച് സാധനങ്ങൾ എവിടെന്നേലും കൊണ്ടുവന്നിട്ട് കുറച്ച് ഇതാക്കിട്ടാവും. വഴി നമുക്ക് മെയിൻ പ്രശ്നം കൺസെന്റ് പ്രോബ്ലങ്ങളാണ് കിടക്കുന്നത്. അതൊന്ന് റെഡിയായി കിട്ടുകയാണെങ്കിൽ നല്ലത്. അവരുടെ മനസ്സ് എന്താ മനസ്സാണെന്ന് അറിയില്ല. അവര് ഒരു കാര്യം കല്ലുപോലിരിക്കണം, ഒന്ന് റെഡിയായി കിട്ടുക നല്ലത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇതില് ഈ വഴി ഒന്ന് ശരിയായി കിട്ടിയാൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ വളരെ കൃത്യമാണ്. കാരണം 1000 രൂപയുടെ ഒരു ജോലി തീർക്കണമെങ്കിൽ 2000-ലധികം മേലും മറ്റു ചെലവുകൾക്ക് വേണ്ടി വരുന്നൊരവസ്ഥയിലാണ് എല്ലാവരും തന്നെയുള്ളത്. കാരണം ഇതിലൂടെ കടന്നു പോകേണ്ട കാര്യങ്ങൾ, ഇത് ഒരു ചെറിയ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ചെറു വഴികളെന്നെല്ലാം തന്നെ പറയുന്നത്. പന്നക്കാടുള്ള നാട്ടുകാരുടെ ദുരവസ്ഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പന്നക്കാട് 8 വീട്ടുകാരാണുള്ളത്. ആ സ്ഥലം അവസാനിക്കുന്ന ഇടമാണ്. അതിന്റെ ഒരു ഇനി അടുത്തത് കരയാണ്, കുട്ടന്തുരുത്ത് എന്ന് പറയുന്നത്. അതാണ് ആ പ്രദേശം എന്ന് കാണുന്നത്. ഇതിനിടയിൽ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ കാണുന്ന ഈ ചെറിയ തടിപ്പാതം. അതിൽ തെങ്ങ് അതിൻ്റെ ഒരു ഭാഗം, അതോടൊപ്പം തന്നെ പഴയ മരങ്ങൾ, ഇതെല്ലാം ചേർത്ത് പിണച്ച് നാട്ടുകാർ തന്നെ നിർമ്മിച്ചതാണ് ഈ പാലം. അതിനപ്പുറത്ത് കുട്ടന്തുരുത്ത് എന്ന് പറയുന്നൊരു പ്രദേശം. അങ്ങനെ ഇതിൻ്റെ ഒരു അതിര്, ഇതിൻ്റെ ഒരു അതിരിലേക്കാണ് നമ്മൾ പറഞ്ഞ ഒരു അതിരിലാണ് വന്ന് നിൽക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇവർക്ക് ഇവിടെയുള്ളവർക്കും എളുപ്പ വഴി ഇതിലേക്ക് കടന്നു പോകാൻ, ചെറിയപ്പള്ളി അടക്കമുള്ള മേഖലയിലേക്ക് പോകാൻ അവരെല്ലാം ആശ്രയിക്കുന്നത് ഈ വഴിയാണ്. ഇനി ഇതിനെ ഒരു വഴി നിർമ്മിച്ച് നൽകാവരും പറയും.